T20 വേൾഡ് കപ്പിൽ സഞ്ജുവിനെ ടീമിലെടുത്താലും ഒരു മാച്ചിൽ പോലും ഇറക്കിയിട്ടില്ല. ഇനിയും അവസരം കിട്ടാൻ സാധ്യത കുറവാണ്. സൈഡ് ബെഞ്ചിൽ തന്നെയായിരിക്കും സഞ്ജുവിൻ്റെ സ്ഥാനം. ഇപ്പോഴത്തെ സഞ്ജുവിനെ സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. T20 വേൾഡ് കപ്പ് കഴിയാറായി. ജൂലൈയിലാണ് ഇന്ത്യയുടെ അടുത്ത പരമ്പര. സിംബാബ്വേയുമായിട്ട് 5 T20 ആണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത്. ഈ സീരീസിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു ഇന്ത്യയുടെ ക്യാപ്റ്റനാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മുഴുവനായിട്ടും യുവതാരങ്ങളാണ് സിംബാബ്വെ സീരീസിന്. രോഹിത്, കോഹ്ലി, ബുംറ, സൂര്യ തുടങ്ങി ഒരു സീനിയർ താരങ്ങളും ഉണ്ടായിരിക്കില്ല. പോരാത്തതിന് പുതിയൊരു കോച്ചാണ് ഇന്ത്യക്ക്. അത് മറ്റാരുമല്ല, ഗംഭീറാണ്. ഗംഭീർ കോച്ചായിട്ടുള്ള ആദ്യത്തെ സീരീസാണ് സിംബാബ്വെ സീരീസ്. അപ്പോൾ ഇതിനുള്ള ഇന്ത്യൻ ടീമിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സിംബാബ്വെ സീരീസിലെ ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ സഞ്ജു ആയിരിക്കും. ബാക്കപ്പ് കീപ്പറായിട്ട് ജിതേഷ് ശർമ്മയും ടീമിലുണ്ടായിരിക്കും. വേൾഡ് കപ്പിൽ കളിച്ച ഒരു താരങ്ങളും സിംബാബ്വെ സീരീസിൽ ഉണ്ടായിരിക്കില്ല. ക്യാപ്റ്റനായി 2 താരങ്ങളുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഒന്ന് സഞ്ജു, രണ്ടാമത്തേത് ഋതുരാജ്. ഇവരിൽ ഒരാൾ എന്തായാലും ഇന്ത്യയുടെ ക്യാപ്റ്റനായിരിക്കും. അതുപോലെ ഇന്ത്യയുടെ ഫിനിഷറായ റിങ്കു സിംഗ് ഈ സീരീസിൽ ഉണ്ടായിരിക്കും. IPL മികച്ച കളി കാഴ്ചവെച്ച അഭിഷേക് ശർമ്മ, റിയാൻ പരാഗ്, ഹർഷിത് റാണ തുടങ്ങിയ താരങ്ങൾ ഈ മാച്ചിൽ ഉണ്ടായിരിക്കും. മുഴുവനായിട്ടും യുവതാരങ്ങളുമായിട്ടാണ് ഇന്ത്യ സിംബാബ്വേയിലേക്ക് പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് എല്ലാ മാച്ചും നടക്കുന്നത്. സഞ്ജുവിന് ഇത് സുവർണ അവസരമാണ്. സിംബാബ്വേക്കെതിരെ തകർത്തടിക്കാം. സഞ്ജു ഇനി ക്യാപ്റ്റനായാൽ എല്ലാ മാച്ചിലും സഞ്ജുവിനെ കളിക്കാൻ സാധിക്കും. ഇനി ക്യാപ്റ്റൻ അല്ലെങ്കിലും സഞ്ജു തന്നെയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ. അതുകൊണ്ട് സഞ്ജു എല്ലാ മാച്ചിലും കളിക്കും. അപ്പോൾ സിംബാബ്വേക്കെതിരെയുള്ള ഇന്ത്യയുടെ സാധ്യത ടീമിനെ നോക്കാം. ഋതുരാജ്, റിങ്കു സിംഗ്, സഞ്ജു, അഭിഷേക് ശർമ്മ, നിതീഷ് റെഡ്ഡി, ഹർഷിത് റാണ, യാസ് ദയാൽ, ഖലീൽ അഹമ്മദ്, ആവേശ് ഖാൻ, മാങ്കി യാദവ്, ചഹൽ, രവി ബിഷ്ണോയ്, റിയാൻ പരാഗ്, രജിത് പരിഡാർ, പ്രഭ് സിമ്രാൻ സിംഗ്. അപ്പോൾ നമുക്ക് സിംബാബ്വെ സീരീസിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.